പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി യുദ്ധം വേണമെന്നുള്ള മുറവിളികളെ അനുകൂലിക്കുന്നില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. 26 പേരുടെ മരണത്തിനിടയാക്കിയ മാരകമായ ഭീകരാക്രമണത്തിന് കാരണം സുരക്ഷാ വീഴ്ചയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനം ഉറപ്പാക്കാൻ കാശ്മീർ താഴ്വരയിൽ സുരക്ഷ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സംഭവത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചു. ഞങ്ങൾ യുദ്ധത്തിന് അനുകൂലമല്ല. കാശ്മീർ മേഖലയിലെ സുരക്ഷാ നടപടികൾ കർശനമാക്കാൻ നടപടികൾ സ്വീകരിക്കണം. കാശ്മീരിൽ സമാധാനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ സുരക്ഷ വർദ്ധിപ്പിക്കണം. സിദ്ധരാമയ്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ നഗരങ്ങളിലുള്ള പാകിസ്ഥാനികളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നും സിദ്ധരാമയ്യ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ പരാമർശം BJP-യിൽ നിന്ന് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിൽ എന്ത് പറയണമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് R. അശോക കൂട്ടിച്ചേർത്തു. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഇസ്ലാമിക ഭീകരരുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ നടത്തിയ ഈ പ്രവൃത്തി ദേശീയ സുരക്ഷയുടെ ഒരു പ്രശ്നമല്ല. ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിനും അന്തസ്സിനും വെല്ലുവിളി ഉയർത്തുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മുഴുവൻ രാജ്യവും പക്ഷപാതമില്ലാതെ ഒറ്റ ശബ്ദമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് എല്ലാ പാർട്ടികളെയും വിശ്വാസത്തിലെടുത്തത് എന്നും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ എല്ലാ പാർട്ടികളും കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും പിന്തുണയ്ക്കുമെന്ന് ഏകകണ്ഠമായി പറഞ്ഞിട്ടുണ്ട് എന്നും അശോക ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്ത് പ്രൊഫഷണൽ സായുധ സേനകളുണ്ട്. ഏത് സാഹചര്യത്തിലും ഉചിതമായ നടപടി നിർണ്ണയിക്കാൻ നമ്മുടെ സായുധ സേനയ്ക്ക് അനുഭവ പരിചയമുണ്ട്. ഈ വിഷയത്തിൽ അവർക്ക് നിങ്ങളുടെ ഉപദേശം ആവശ്യമില്ല. ഉപദേശം നൽകാൻ അവർക്ക് ഒരു യോഗ്യതയുമില്ല. ബംഗ്ലാദേശ്, റോഹിംഗ്യൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ രാജാക്കന്മാരെ പോലെ സംസ്ഥാനത്ത് ചുറ്റിത്തിരിയുകയാണ്. ആദ്യം അവരെ തിരിച്ചറിഞ്ഞ് നാടുകടത്തണം എന്നും കന്നഡിഗരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.